നിങ്ങൾ ഭാര്യനെ ചുംബിച്ചിട്ട് എത്രയായി? വർഷങ്ങളയക്കണോ, മാസങ്ങളയക്കണോ, ദിവസങ്ങളയക്കണോ? എങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഇടേണ്ട ആവശ്യം കേട്ടോ. പോസ്റ്റ് ഉണ്ടില്ലേ, ആശ്വാസം നൽകാൻ, കെട്ടിപ്പിടിക്കാൻ 600 രൂപക്ക് ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം പോലെ, വെള്ളം പോലെ, വസ്ത്രം പോലെ, മരുന്ന് പോലെ തന്നെ ചുംബനം, അതല്ലെങ്കിൽ കെട്ടിപ്പിടുത്തെന്ന് പറഞ്ഞ് അതിൽ വൈകാരികമായിട്ടുള്ള അടുപ്പത്തിന് ചുംബനം അല്ലെങ്കിൽ ഈ ഒരു ഹഗ്ഗൊക്കെ അത്യാവശ്യമാണ്. കുറേ തെങ്ങും പറമ്പോ, ക്വാർട്ടേഴ്സോ, വീട്ടിൽ കുറേ കാറോ, അതല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കൊണ്ട് ആ ഒരു അടുപ്പം ഒരിക്കലും ഉണ്ടാവില്ല. അതിന് ഇട്ടുപിടിക്കാൻ വേണം. ബോയ്സിന് അറിയാലോ, വളരെ കൊടിമടിയന്മാരാണ്, സൈക്കോകളായിരിക്കും ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകൾ. സ്വന്തം ഭാര്യയെ ചുംബിക്കാതെ മറ്റുള്ളവൻ്റെ ഉമ്മാനെ, പെങ്ങളെ, ഭാര്യയൊക്കെ കെട്ടിപ്പിടിച്ചിട്ടും അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആക്കിയിട്ടും ആശ്വാസം കണ്ടെത്തുന്ന ആളുകളാണ്. ഭർത്താവിനോടുള്ള ആഴത്തിലുള്ള ഹൃദയം കൊണ്ടുള്ള ബന്ധത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ ചില ഭർത്താവിൻ്റെ പോരായ്മകൾ അതല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് ജീവിക്കുക. ഒന്നെങ്കിൽ ഡിവോഴ്സായിട്ട്, തൃപ്തി ഇല്ലെങ്കിൽ ഡിവോഴ്സായിട്ട് പോവുക, ഇത്തരത്തിലുള്ള ആളുകൾക്ക് പോവുക. അതല്ലെങ്കിൽ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കുക. അതല്ലെങ്കിൽ കാത്തിരിക്കുക. ആ കാത്തിരിപ്പ് ഒരുപക്ഷെ 7 ബഹറിനോളം ആഴമുണ്ടെങ്കിലും അവൾ സ്വന്തം കിടപ്പറയിലെ തലയണ കെട്ടിപ്പിടിച്ച് കിടക്കും, മറ്റൊരുത്തനെ തേടി പോവില്ല. ഒരിക്കലും ഈ അടിസ്ഥാന ആവശ്യം നിറവേറ്റേണ്ടത് ഇത്തരത്തിൽ ഒളിഞ്ഞും മറിഞ്ഞും ഇരട്ടിനും മറവിലുമല്ല. അത് പിന്നീട് ഈ ഒരു കെട്ടിപ്പിടിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭർത്താവ് അറിഞ്ഞ് അത് വലിയ പ്രശ്നങ്ങളായിരിക്കും. ആളുകൾ ആഗ്രഹിക്കുന്നത് വൈകാരികമായിട്ടുള്ള അടുപ്പാണ്. സെക്സിനേക്കാൾ ശാരീരികമായിട്ടുള്ള ആ ഒരു അടുപ്പുണ്ടെങ്കിലും വൈകാരികമായിട്ടുള്ള ഒരു ബന്ധത്തിന് ആഴത്തിന് കെട്ടിപ്പിടുത്തം നിർബന്ധമാണ് അല്ലേ. ചില സമയങ്ങളിലെ ചുംബനത്തിനും അതുപോലെ തന്നെ ആ ഒരു ഹഗ്ഗിനൊക്കെ വളരെ വാല്യൂ ഉണ്ട്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയൊരു മരുന്നാണ്. അത് ഉപ്പുവെള്ളം കുടിക്കുന്നത് പോലെ. ഉപ്പുവെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എന്താണ്, ദാഹം കൂടും. അതുപോലെ തന്നെ ദാഹം കൂടുന്ന രൂപത്തിലുള്ള കെട്ടിപ്പിടുത്തമാണ് നൽകേണ്ടത്. വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്കിതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും അപരിചിതമായിട്ടുള്ള ഒരാളെടുത്ത് പോയിട്ടുള്ള സ്പർശനം, അതിൽ ഹഗ്ഗിന് അവർക്ക് എത്രമാത്രം അതിന് ഒരു സുഖം കിട്ടുമെന്നുള്ളത് അത് പിന്നീട് ബ്ലാക്ക് മെയിൽ അതല്ലെങ്കിൽ പിന്നീട് വല്ല വിഷയങ്ങളായിട്ട് മാറി ചെയ്യും.